ഇപ്പോൾ എല്ലാവർക്കും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ചേഞ്ച് ഓവറാണ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ബാൽക്കണിയുടെ ഈ ചെടികളൊക്കെ കാണിക്കുമ്പം ബാൽക്കണി ഒന്ന് ചേഞ്ച് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്നുള്ളത്. അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വിചാരിച്ചാൽ, നമ്മൾ കുറേ നാളായിട്ട് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പം ഇവിടെ ഈ ചെടികളെല്ലാം വളരെ മോശം അവസ്ഥയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതൊന്ന് ചേഞ്ച് ചെയ്ത് ഒന്ന് പച്ചപ്പൊക്കെ കൊണ്ടുവരാനാണ് എൻ്റെ പ്ലാനിങ്. ഇപ്പം ഞാൻ ചെടിയെല്ലാം വെട്ടി വളമൊക്കെ ഇട്ട് എല്ലാം ഒന്ന് സെറ്റാക്കുകയാണ്. അപ്പം ഇത് നിങ്ങൾക്ക് തന്നെ കാണാൻ വളരെ മോശമായിട്ടാണ് കിടക്കുന്നതെന്ന്. അപ്പോൾ ഇനിയിപ്പം ഈ ബാൽക്കണിയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഒന്ന് തേച്ച് കഴുകി ഇറക്കേണ്ടി വരും. കാരണം ചെളിയെല്ലാം വളരെ ഇതായിട്ട് കിടക്കുവാണ്. അപ്പോൾ അതെല്ലാം തേച്ച് കഴുകി ഒന്ന് ഉണങ്ങി വരുമ്പോൾ നമ്മളുടെ ചേഞ്ച് ഓവർ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇത് ബാൽക്കണി എല്ലാം വൃത്തിയാക്കി ഇനി ആദ്യം പച്ചപ്പ് കൊണ്ടുവരിക എന്നുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ ഈ പച്ചപ്പ് കൊണ്ടുവരാൻ വേണ്ടി ഇവിടെ ഗ്രീൻ മാറ്റാണ് ഇടുന്നത്. ഇപ്പോൾ നമ്മൾ എല്ലായിടത്തും കാണുന്ന ഒരു കാര്യമാണ് ഈ ഒരു മാറ്റ് എന്ന് പറയുന്നത്. ഇത് ആമസോണിലും അവൈലബിൾ ആണ്. പക്ഷെ ഞാൻ മേടിച്ചത് ട്രിവാൻഡ്രം ചാല എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. വളരെ റീസണബിളായിട്ട് ഫീൽ ചെയ്തുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് മേടിച്ചത്. ആൻഡ് നമ്മൾ എപ്പോഴും മേടിക്കുമ്പോൾ മെഷർമെൻറ്റ് ഇത്തിരി കൂടുതൽ അളന്ന് പോയി വേണം മേടിക്കാൻ. കാരണം നമ്മളുടെ ബാൽക്കണി എപ്പോഴും ഈവൻ ആയിരിക്കണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ നമ്മൾ കൂടുതൽ മെഷർമെൻറ്റ് ചെയ്തുകൊണ്ട് പോയാൽ നമുക്ക് ജസ്റ്റ് മാർക്ക് ചെയ്ത് കട്ട് ചെയ്യേണ്ട ആവശ്യം വരുന്നുള്ളൂ. അപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്യാൻ വേണ്ടി ഒരു ക്രയോൺസ് യൂസ് ചെയ്യുവാണ്. ക്രയോൺസ് യൂസ് ചെയ്ത് നമ്മൾ ഈവൻ അല്ലാത്ത ഭാഗങ്ങളെല്ലാം മാർക്ക് ചെയ്ത് ആവശ്യത്തിനുള്ള ഭാഗം മാത്രം നമ്മൾ കട്ട് ചെയ്ത് എടുക്കുക. അപ്പോൾ കട്ട് ചെയ്ത് എടുക്കുന്നത് ഇത്തിരി മെനക്കെട്ട പണിയാണ്. പക്ഷെ എന്നാലും അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് ഇവിടെ. ഇപ്പോൾ നിങ്ങളെല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും, ഈ മാറ്റ് ഇട്ടാൽ എങ്ങനെയാണ് വെള്ളമെല്ലാം ഡ്രെയിൻ ചെയ്ത് പോകുന്നതെന്ന്. ശരിക്കും പറഞ്ഞാൽ വെള്ളം ഡ്രെയിൻ ചെയ്ത് പോകാൻ വേണ്ടി തന്നെ ഈ മാറ്റിൻ്റെ അടിയിൽ ഇവർ ഹോൾസ് ഇട്ടിട്ടുണ്ട്, ഡ്രെയിനേജ് ഹോൾസ് പോലെ. അപ്പം നമ്മൾ വെള്ളം വല്ലതും മഴ വല്ലതും പെയ്യുവാണെങ്കിൽ വെള്ളം ഇതിൻ്റെ അകത്ത് തന്നെ കെട്ടി നിൽക്കാതെ അത് ഡ്രെയിൻ ചെയ്ത് പോകാനുള്ള സംവിധാനം ഈ മാറ്റിൽ അവർ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ നമുക്ക് ഈ മാറ്റ് നമുക്ക് ഈ ഞാൻ പറഞ്ഞ ചാല, ട്രിവാൻഡ്രം, പിന്നെ കൊച്ചിയിലാണെങ്കിൽ ബ്രോഡ്വേ, ഇങ്ങനത്തെ സ്ട്രീറ്റ് മാർക്കറ്റ്സിലെല്ലാം വളരെ റീസണബിളായിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പോൾ അതൊരു വലിയ പ്രശ്നമല്ല. ഇപ്പം വാൾസൊക്കെ ഒന്ന് ഡെക്കർ ചെയ്യാൻ വേണ്ടി ഞാൻ കുറച്ച് ഡെക്കർ ഐറ്റംസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ആമസോണിൽ നിന്ന് കുറച്ച് മിറേഴ്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതാണിപ്പോൾ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നത്. സർക്കിൾ ഷേപ്പിലുള്ള മിററാണ് ഞാൻ ഓർഡർ ചെയ്തത്. പിന്നീട് രാജസ്ഥാനി ഹാങ്ങിങ് ആയിട്ട് ഞാനൊരു സംഭവം മീഷോ ആപ്പിൽ നിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് വളരെ നല്ല ഭംഗിയുള്ളൊരു ഹാങ്ങിങ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അതുകൊണ്ടാണ് ഞാൻ മേടിച്ചത്. അപ്പം ഞാൻ ഈ ബാൽക്കണിയിൽ ഓൾറെഡി ഒരു വുഡൻ ആയിട്ടുള്ളൊരു ഹാങ്ങിങ് അവിടെ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഞാൻ റീപ്ലേസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഹാങ്ങിങ് ഇടാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പം കുറച്ചൊക്കെ ഈ ഒരു ബാൽക്കണി ലുക്കിനെ ഇത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. അപ്പം ഞാൻ ഒന്ന് മാറ്റി റീപ്ലേസ് ചെയ്യട്ടെ. അപ്പം മാറ്റി റീപ്ലേസ് ചെയ്തിട്ട് ഞാൻ ഈ വാളിൽ മൊത്തമായിട്ട് മിറർ സ്റ്റിക്ക് ചെയ്യാൻ പോവുകയാണ്. പക്ഷേ മിറർ നമുക്ക് സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഗ്ലൂ ഒന്നും ഈ മിറർ മേടിച്ചപ്പം ഇൻക്ലൂഡഡ് അല്ലായിരുന്നു ആ ഒരു കിറ്റിൽ. അപ്പം ഞാനിപ്പം ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചാണ് ഞാൻ ഈ വാള് മൊത്തം മിറർ സ്പ്രെഡ് ചെയ്യാൻ പോകുന്നത്. അപ്പം മിററൊക്കെ സ്പ്രെഡ് ചെയ്യുമ്പം തന്നെ ആ ബാൽക്കണിയുടെ ലുക്ക് തന്നെ കംപ്ലീറ്റ്ലി മാറും. നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ ഇത്രയും നാളും നമ്മൾ ചിലപ്പോൾ ബാൽക്കണിയിലായിരിക്കില്ല നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്തതെങ്കിലും ഈ ഒരു ചേഞ്ച് ഓവറൊക്കെ കൊണ്ടുവരുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മൾ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം ബാൽക്കണി ആയിട്ട് മാറും. അപ്പം അതാണ് ഈ ഒരു ചേഞ്ച് ഓവർ ചെയ്യുമ്പം ഉള്ളൊരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഈ കിളിക്കൂടിൻ്റെ മുകളിലും കൂടെ പച്ചപ്പ് കൊണ്ടുവരാൻ പോവുകയാണെങ്കിൽ അപ്പോൾ ഇത് റീപ്ലേസ് ചെയ്ത് ഞാൻ മാറ്റിൻ്റെ ബാക്കി വന്ന ഭാഗം അളവിന് കട്ട് ചെയ്ത് ഞാൻ ഫിറ്റ് ചെയ്തു അതിൻ്റെ മുകളിൽ. അപ്പോൾ തന്നെ ആ ഒരു ചേഞ്ച് ഓവർ അവിടെയും കുറച്ച് സംഭവിച്ചിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ബുദ്ധയുടെ ഒരു പെയിൻറ്റിംഗ് ഉണ്ട്. അത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. ഒരു 3 years ആയി കാണും. ഇതിന് യാതൊരു കുഴപ്പമില്ല, മഴയത്തും വെയിലത്തും യാതൊരു കുഴപ്പമില്ലാത്തൊരു പെയിൻറ്റിംഗ് ആണ്. ഭയങ്കര അഫോർഡിങ് ആയിട്ടുള്ളൊരു പ്രൈസ് അല്ല, പക്ഷെ എന്നാൽ പോലും ആ ഒരു ലുക്കിന് വളരെ സൂട്ടിങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതാണ് നമ്മളുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഈ ഒരു പച്ചപ്പും ഈവൻ ആ ബുദ്ധയുടെ പെയിൻറ്റിങ് പോലും ഒരു ഗ്രീൻ ഷെയ്ഡുള്ള പെയിൻറ്റിംഗ് ആണ്. അപ്പോൾ അതും ഭയങ്കരമായിട്ട് സ്യൂട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ചെടികളെല്ലാം കറക്റ്റായിട്ടാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. ആൻഡ് നമ്മളുടെ ഈ ഒരു വാളിലെ ഈ ഒരു ചേഞ്ച് ഓവറും ഭയങ്കര ഭംഗിയായിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.